ഗൈഡ് ലൈൻസ് ഫോർ സർവീസ് കമ്മ്യൂണിക്കേഷൻ. സർവീസ് കമ്മ്യൂണിക്കേഷനുള്ള ഗൈഡ് ലൈൻസ് ആണ് നെക്സ്റ്റ് പറയുന്നത്. പ്രൊവൈഡ് ടാഞ്ചിബിൾ ക്ലൂസ്. മെയിനായിട്ട് നമുക്ക് മനസ്സിലാവണം. ഇന്നിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു മെഡിസിൻസിൻ്റെ ട്രീറ്റ്മെൻറ്റ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അത് നമ്മുടെ ഹോസ്പിറ്റലാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, ഇന്ന ഹോസ്പിറ്റലിലാണ് അതിൻ്റെ ഫെസിലിറ്റി ഉള്ളത്, അത് നമുക്കൊരു ക്ലൂസ് കൊടുക്കണം. അതുപോലെ തന്നെ ബാങ്കിങ്ങിലായാലും ഹോട്ടൽസിലായാലും അവരുടേതായിട്ടുള്ളൊരു ക്ലൂസ് നമ്മൾ കൊടുക്കണം. ഇൻടാഞ്ചിബിലിറ്റി ആണ് സർവീസ് എന്ന് പറഞ്ഞു, അത് നമുക്ക് ആര് തന്നതാണ് എവിടത്തെയാണ് എന്നൊന്നും അറിയാൻ പറ്റില്ല. പക്ഷെ നമ്മളൊരു ക്ലൂസ് അത് കൊടുത്താൽ മാത്രമാണ് അത് ഇന്ന സ്ഥലത്തെയാണ് ഇന്ന ആൾക്കാരുടെ ആണെന്നൊക്കെ അറിയാൻ പറ്റും. ടു ഓവർകം ദ ഇൻടാഞ്ചിബിലിറ്റി സർവീസ് വിച്ച് മോർ പെർഫോമൻസ് എക്സ്പെൻസ് ദാൻ ഗുഡ്സ് ടാഞ്ചിബിൾ എലമെൻറ്റ്സ് സറൗണ്ടഡ് ടു ബി യൂസ് ടാഞ്ചിബിൾ ക്ലൂസ്. ടാഞ്ചിബിൾ എലമെൻറ്റ്സ് എന്താണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ടാഞ്ചിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കത് ഹോസ്പിറ്റലിൻ്റെ ലോഗോ, ഹോസ്പിറ്റലിൻ്റെ പേര്, ഡിസൈൻ, അതൊക്കെ ടാഞ്ചിബിളാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പം നമ്മൾ എന്തെങ്കിലും മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒപ്പം നമ്മളിപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ഒരു ടോക്ക് ഷോ കൊടുക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ചെയ്യും, ആ ഡോക്ടർ ഇന്ന ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യണത്, അവിടെ ഇപ്പോൾ ഇന്ന ട്രീറ്റ്മെൻറ്റുകൾ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്, ജനറൽ ഇൻഫോർമേഷനാണ് ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടൊക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇന്നൊരു അസുഖം വന്നാൽ നമുക്ക് ഇന്ന ട്രീറ്റ്മെൻറ്റുകളൊക്കെ അവൈലബിൾ ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ടാവും. പക്ഷേ അവിടെ നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് എത്തണം. അങ്ങനെ എത്തണമെങ്കിൽ ആദ്യം തന്നെ ഡോക്ടർ എന്ത് പറയും, ഞാൻ ഇന്ന ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്, എൻ്റെ പേര് ഇതാണ്, അവിടെ ഇന്ന ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്, അതൊക്കെ അവിടെ പറയും. അതിനുശേഷം നമ്മളപ്പോൾ ജനറലായിട്ട് അസുഖം വന്നാൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എങ്ങനെ എടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ക്ലൂസ് ഉണ്ടായിരിക്കണം അതിൽ. ഇനി മേക്ക് ദ സർവീസ് കോംപ്രഹെൻസീവ്. അഗെയിൻ ഡ്യൂ ടു ഇൻടാഞ്ചിബിലിറ്റി ആയതുകൊണ്ട് തന്നെ സർവീസ് റിസംബിൾ കോൺസെപ്റ്റ് പ്രൊഡക്റ്റ് ഡിഫിക്കൾട്ട്, നമുക്ക് ഓരോന്നും വ്യത്യസ്തമായിട്ട് അറിയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് കസ്റ്റമേഴ്സ് നമ്മുടെ ഓഫറുകൾ, ബെനിഫിറ്റ്സ് ഒക്കെ മനസ്സിലാവണം. ഇപ്പോൾ ICICI ബാങ്കിൽ അവർ അംബ്രല്ലയുടെ അതിൻ്റെ ഉള്ളിൽ സേഫ്റ്റി ബോൺസ്, അതായത് അവരുടെ കീഴിൽ വരുന്നതാണ്, ICICI ബാങ്കിൻ്റെ കുടക്കീഴിൽ വരുന്നതാണ് സേഫ്റ്റി ബോൺസ് എന്നുള്ളത് അറിയാനായിട്ടുള്ള മെസ്സേജുകൾ അവർ കൊടുക്കും. അംബ്രല്ല സിമ്പിൾ അവർ ഉപയോഗിക്കുന്നുണ്ട്. അതായത് അതിൻ്റെ ഉള്ളിൽ എല്ലാതും ഇൻക്ലൂഡാണ്, സേഫ്റ്റിയാണ്, അവരുടെ ബാങ്കുകളിൽ എന്ത് ചെയ്താലും സേഫ്റ്റിയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ക്ലൂസൊക്കെയാണ് അവിടെ ചെയ്യാം. അപ്പോൾ മുഴുവനായിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. കമ്മ്യൂണിക്കേഷൻ കണ്ടിന്യൂറ്റി. ദ സർവീസ് മാർക്കറ്റ് യൂസസ് ലോഗോസ്, സിമ്പൽ, പാക്കേജിങ്, അഡ്വർടൈസ്മെൻ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിലെ സ്പെഷ്യൽ സർവീസുകൾ അതിൻ്റെ ടെലിവിഷൻ സെറ്റ്സിൽ അതിങ്ങനെ കാണിക്കുന്നുണ്ടായിരിക്കും. അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇനി പ്രോമിസിങ് വാട്ട് ഈസ് പോസിബിൾ. ഇനി പ്രോമിസ് ചെയ്യുമ്പോൾ സർവീസിൽ പ്രോമിസിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. പ്രോമിസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് എന്തൊക്കെയാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് അവർക്കത് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോമിസ് ചെയ്യാനായിട്ട് പാടില്ല. അവിടെ നടക്കുന്ന കാര്യങ്ങളായിരിക്കണം നമ്മൾ പ്രോമിസ്. ഡ്യൂ ടു ഇൻടാഞ്ചിബിലിറ്റി ഓഫ് സർവീസ് കസ്റ്റമർ ഹാസ് ഡിഫിക്കൽട്ടി ബിലീവിങ് ദ പ്രോമിസിൽ വിശ്വസിക്കാൻ പ്രയാസമാണ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം, റീഇൻഫോഴ്സ് ഫെയ്ത്ത് കൺസിസ്റ്റൻറ്റ് സർവീസ് ഡെലിവറി പ്രോമിസ്ഡ് ബൈ ദ സർവീസ് മാർക്കറ്റ്. അയാൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും ടെസ്റ്റിമോണിയൽസ്, സാക്ഷ്യങ്ങൾ, ഓരോരുത്തർ അസുഖം മാറിയതിൻ്റെ സാക്ഷ്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അതിൻ്റെ ഇടയിൽ കാണിക്കുന്നത്, ടെസ്റ്റിമോണിയൽസ് കാണിക്കുന്നത്. അതായത് പ്രോമിസ് ചെയ്യണം, അത് ഡോക്ടർ പറഞ്ഞാൽ പോരാ, അവിടുത്തെ പേഷ്യൻസ് പറയണം. അപ്പോഴാണ് നമുക്കവിടെ പ്രോമിസിങ് വരുന്നത്. ഇനി ക്യാപിറ്റലൈസിങ് ഓൺ വേർഡ് ഓഫ് മൗത്ത്, അതാണ് ഇവിടെ പറയുന്നത്. ഇൻടാഞ്ചിബിലിറ്റി വൾനറബിൾ ടു വേർഡ് ഓഫ് മൗത്ത്, അതായത് റെക്കമെൻഡേഷൻ എക്സാമ്പിൾ ഹൗ വേർഡ് ഓഫ് മൗത്ത് കമ്മ്യൂണിക്കേഷൻ ഇൻഫ്ലുവൻസ് ബൈയിങ് ഡിസിഷൻ. അതായത് നമ്മളത് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ നമ്മൾ ഹോട്ടലിൽ പോയി ആ ഹോട്ടലിലെ സർവീസ് നല്ലതാണെന്ന് അവിടെ അവരെത്ര പബ്ലിസിറ്റി കൊടുത്താലും അവിടെ എന്ത് ചെയ്യണം, അതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരാൾ അതിനെക്കുറിച്ച് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം. അതാണ് മെയിനായിട്ട് ക്യാപിറ്റലൈസ് ചെയ്യുന്നത് വേർഡ് ഓഫ് മൗത്ത് ആണ് എന്ന് പറയുന്നത്. ഇനി ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ടു എംപ്ലോയീസ്. ഇൻറ്റേർണൽ മാർക്കറ്റിങ്ങിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. എംപ്ലോയീസ് ആണ് മെയിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ മുന്നേ പറഞ്ഞതാണ്, അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പീപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ പീപ്പിളാണ് ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൃത്യമായിട്ട് അവർക്ക് ഡിഫറൻസ് ഇല്ലാണ്ട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ ഈ 7th യൂണിറ്റ് പഠിക്കുന്നതിന് മുമ്പ് 8th യൂണിറ്റ് പഠിച്ചിട്ട് വേണം 7th യൂണിറ്റ് നോക്കാൻ. 8th യൂണിറ്റിലാണ് അതിൻ്റെ ടേംസ് ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണത് കേട്ടോ. ഓക്കെ.